നമസ്തേ ധ്വനിയുത്തമൻ. നിങ്ങളൊരു സംഭവം അറിഞ്ഞായിരുന്നോ? ലഡാക്കിൽ സംഭവിച്ചത് എന്ത്? ജൻസി വിപ്ലവം ഇളക്കിവിട്ടതാര്? ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ കൊടുത്ത് ന്യൂസ് 18 ചാനലിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നായിരുന്നു. ആ ചർച്ചയ്ക്കിടയിൽ പ്രിന്റു മഹാദേവൻ എന്ന BJP വക്താവ് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കണ്ട. അങ്ങനെ ജൻസി കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. ഇതില് അവതാരിക അവിടെ കലാപത്തിന് നേതൃത്വം നൽകിയ ആൾ എന്തോ വലിയൊരു മഹാനാണ് എന്ന രീതിയിൽ പറഞ്ഞു വെച്ചപ്പോ പ്രിന്റു മഹാദേവൻ നൽകിയ മറുപടിയാണ് അത്. ജനങ്ങളെ കൂട്ടിയല്ല പ്രക്ഷോഭം, പകരം ചില തൽപര കക്ഷികളെ കൂട്ടി മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാൻ അങ്ങനെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും, അതിപ്പോ രാഹുൽ ഗാന്ധി ആയാലും നെഞ്ചത്ത് ഉണ്ട വീഴും എന്നാണ് പറയുന്നത്. ഇതിലെവിടെയാണ് ഭായ് രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്നോ കൊല്ലണമെന്നോ പറയുന്നത്? ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. താങ്കൾ കേട്ടു. എന്നിട്ട് പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി എന്നും പറഞ്ഞ് കോൺഗ്രസുകാർ പ്രതിഷേധവും നടത്തുന്നു. എന്താണിത്? കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും എന്നല്ലേ പറഞ്ഞത്? അല്ല, അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ സമ്മതിച്ചോ? അനാവശ്യമായിട്ട് ജൻസി പ്രക്ഷോഭം ഇന്ത്യയിൽ എവിടെ നടന്നാലും അത് സൈന്യം അടിച്ചൊതുക്കിയിട്ടുണ്ടാവും. അതിൽ ഒരു സംശയവുമില്ല. പ്രക്ഷോഭം ഉണ്ടാക്കാൻ പോയവര് കുറെ പേര് വെടികൊണ്ട് മരിക്കുകയും ചെയ്യും. കുറെ കാലായില്ലേ ഈ സോറസും രാഹുൽ ഗാന്ധിയും കൂടിയിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഒരു പ്രക്ഷോഭമായിട്ട് രാഹുൽ ഗാന്ധി മുന്നിൽ വന്നാലും വെടിയുണ്ടയ്ക്ക് അറിയില്ലല്ലോ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവാണെന്ന്. അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിനെ ആര് കൊല്ലും എന്നാണ് ഈ പറയുന്നത്? അങ്ങേര് BJPയുടെ മുത്താണ്. അങ്ങേർക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല BJPയും RSSും ഒന്നും. അത് അങ്ങേർക്ക് കൂടി ഉറപ്പുള്ളത് കൊണ്ടാ വിദേശത്തും പട്ടായയിലും ഒക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടി കൂടെ കൂട്ടാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അതറിയാമോ? എന്തായാലും കൊള്ളാം. പ്രിന്റു മഹാദേവൻ എന്ന BJP വക്താവിനെ അധികം ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് ഒരു കേസൊക്കെ എടുപ്പിച്ചപ്പോ സിമ്പിളായിട്ട് ആള് ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയും ചെയ്തു. 4 ആൾ അറിയുകയും ചെയ്തു. ഈ കോൺഗ്രസുകാരോട് നന്ദി പറയണം കേട്ടോ പ്രിന്റു മഹാദേവൻ. അല്ല, നിയമസഭയില് കോൺഗ്രസുകാർ പറയാണ് രാഹുൽ ഗാന്ധിക്ക് വധഭീഷണിയുണ്ട്, അത് ചർച്ച ചെയ്യണം എന്ന്. അപ്പൊ സ്പീക്കർ പറയാണേ, ഈ TV ചാനലിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് സഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാന്ന്. അപ്പൊ അതും ചൂറ്റിപ്പോയി. ചുമ്മാ ഒരു പാണ്ടിലോരുടെ മുന്നിൽ തവളിങ്ങനെ മസിൽ പെരുപ്പിച്ച് നിന്നാലേ അതിന്റെ നെഞ്ചത്തൂടെ കയറി ആ വണ്ടി അങ്ങോട്ട് പോകും. അത്രയേ പറഞ്ഞുള്ളൂ. അതിനാണ് കേസും ജാമ്യവും. ചുമ്മാ ഷോ. അല്ല, അറിയാൻ മേലാത്തോണ്ട് ഒരു കാര്യം ചോദിക്കുക. വാക്കുകളെ ഇങ്ങനെ വളച്ചൊടിച്ച് അതിന്റെ മുകളിൽ കേസെടുത്ത് പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ കോമാളികളാകുന്നത് എന്തിനാണ്? ആശയദാരിദ്ര്യം കൊണ്ടാണോ കോൺഗ്രസുകാരെ?